വീണ്ടും വന്നേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വെക്കാൻ പോകുന്നത് ചേമ്പാണ്. ചേമ്പ് ഉടച്ച് കറിയാണ് വെക്കാൻ പോകുന്നത്, എരിശോരി. അപ്പം എന്താ, ചേമ്പ് ചുരണ്ടി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞ് അടുത്ത പാത്രത്തിലോട്ട് നമുക്ക് കൊത്തിയിടാം. ഇതിന് പറയണതാണ് കൊത്തിയിടാം. ഇങ്ങനെ നമുക്ക് ഇത് മൊത്തം ഇങ്ങനെ വെട്ടിയിടാം. ചേമ്പ് ചുരണ്ടി കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് എല്ലാം റെഡിയാക്കി പാത്രത്തിലാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് ഇനി ഇത് അടുപ്പിലോട്ട് വെക്കാം. നമുക്കെന്ന് പറഞ്ഞാൽ നിറച്ച് തിരുവനന്തപുരം സ്റ്റൈല് തിരുവനന്തപുരം. അപ്പം ഇത് അടുപ്പിലോട്ട് വെക്കാം. ഇത് അടച്ചു കൊടുക്കാം. ആ നേരത്തിന് ഇത് അരയ്ക്കാനുള്ളതെല്ലാം ശരിയാക്കാം. ഉടച്ച് കറിക്ക് ചേമ്പ് എരിശോരിക്ക് തേങ്ങ തിരുവാൻ പോവുകയാണ്. ഇതാ ചിരവ ഇങ്ങനെ ഇവിടെ പ്രസ് ഇങ്ങനെ വെച്ചിട്ട്, പക്ഷെ ഒരു സ്ക്രൂ ഇളവിപ്പോയി, ഒരെണ്ണത്തിൻ്റെ ബലത്തിലാണ്. ഇനി പാത്രം വെച്ച് നമ്മളിങ്ങനെ ചാരി നിന്ന് കൊടുക്കണം. അപ്പം അതിന് ഉടച്ച് കറിക്ക് തേങ്ങ തിരുവാം. തേങ്ങ ജീരകം ഇത്തിരി തോനെ ചേർക്കണം. 7-8 അല്ലി വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, തേങ്ങ, ജീരകം, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എരി വേണം കേട്ടോ. വെളുത്തുള്ളി തോനെ ചേർത്തേന്ന് പറഞ്ഞാൽ ഈ ഗ്യാസിൻ്റെ അസുഖമുള്ളവർക്കൊക്കെ ഈ ചേമ്പ് ചിലർക്ക് ഗ്യാസിൻ്റെ അസുഖമാണല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് ഒരു ഇതാവാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി തോനെ ചേർക്കുന്നത്. അപ്പം നല്ല എരിയുള്ള പച്ചമുളകും എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് ശകലം വെള്ളം ഒഴിച്ച് മിക്സി ഇട്ട് വെച്ച് നമുക്കൊന്ന് അരപ്പൊഴിക്കാം. അരപ്പ് ഒഴിച്ച് ഇച്ചിരി ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാതെ ഉപ്പൊഴിച്ച് കൊടുക്കാം. ഇനി കടുക് വറുക്കാൻ ചട്ടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടി ഒന്ന് അനക്കട്ടെ. കടുക് വറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇത്തിരി തോനെയും കടുക് ഇടണം കേട്ടോ. വേണ്ട, ഇങ്ങനെ കടുക് ഇട്ട് ഇങ്ങനെ പൊട്ടിട്ട് കടുക് തീ ഉറച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി കരിവേപ്പില ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അവിടെ ഒന്ന് ഇതാവട്ടെ. അതിന് തിളച്ചതിന് ശേഷം നമുക്ക് കടുക് വറുക്കണത് ഒഴിക്കാം. അങ്ങനെ കടുക് എല്ലാം റെഡിയായി. കടുക് വറുത്തത് ഇനി നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഭയങ്കര ചൂട്. ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇനി ഇരുന്ന് കട്ടിയാവും കുറച്ച് കഴിയുമ്പോൾ. അതാണ് ഞാൻ ഇത്തിരി ലൂസിന് വെള്ളം ചേർത്തത്. നമ്മളെ ചേമ്പ് എരിശോരി കോരിക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എന്നാലും ഗ്യാസിന് തോനെ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ. ഇത് വെളുത്തുള്ളിയും ജീരകം കണ്ട. ഇത് കഞ്ഞി കുടിക്കാനൊക്കെ സൂപ്പറാണ്. കഞ്ഞിയിലോട്ട് ഒഴിച്ച് മീൻ പുളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കുടിക്കണം. അപ്പം ശരി എന്നാൽ ടാറ്റാ.